നിങ്ങൾ ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല, എത്ര പഠിച്ചിട്ടും ഇത് എന്താ എങ്ങനെയാണെന്നൊന്ന് ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണോ? എൻ്റെ ക്ലാസ്സിലൊന്നും ജോയിൻ ചെയ്യാനും പറ്റത്തില്ല അങ്ങനെയൊക്കെ സങ്കടപ്പെട്ടിരിക്കുകയാണോ നിങ്ങൾ? വേണ്ട കേട്ടോ. ഇന്ന് മുതൽ നമ്മൾ ഒരു 30 ദിവസത്തേക്ക് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം. നമ്മളിവിടെ ടെൻസ് ഒന്നും പഠിക്കുന്നില്ല. ഈ ടെൻസ് ആണല്ലോ എല്ലാവർക്കും കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മളിന്ന് ടെൻസ് ഒന്നും ഇല്ല. ഇന്ന് മുതൽ ഓരോ വാക്കുകളും എങ്ങനെ നമുക്ക് പറയാൻ പറ്റും എന്നാണ് നമ്മൾ പഠിക്കണം. അപ്പം ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നോളുക. അറിയത്തില്ലാത്തവർ മാത്രം കേട്ടോ, ഒട്ടും അറിയത്തില്ലാത്തവർ നമ്മുടെ കൂടെ ചേരുക. എന്നിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ്. ടെൻസ് ഒന്നുമില്ല. അപ്പം ഇനി ടെൻസ് അറിയണം കേട്ടോ. ടെൻസ് അറിഞ്ഞാലേ ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ടെൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തുടക്കമാണല്ലോ. അപ്പോൾ എൻ്റെ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റിൽ ഞാൻ ടെൻസസിൻ്റെ ഇനി 12 ദിവസം അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കുക. അതിൽ ചെക്ക് ചെയ്തിട്ട് ടെൻസ് ഓരോന്നും ഞാൻ ഇടുന്ന വീഡിയോയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ടെൻസസ് അവിടെയും പഠിക്കാം. അപ്പം ഇംഗ്ലീഷ് എളുപ്പമാവും കേട്ടോ. ടെൻസാണ് പ്രശ്നം. അപ്പോൾ ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട. നമ്മൾ ഇന്ന് മുതൽ തുടങ്ങാണ്. അപ്പോൾ തുടങ്ങാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇഷ്ടമാണ് എന്നെങ്ങനെ പറയും? നിങ്ങൾ വളരെ റിലാക്സ് ആയി തന്നെ ആദ്യം ഇരിക്കണം കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട് എന്നൊന്നും പറഞ്ഞിരിക്കരുത്. നല്ല റിലാക്സ് ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. എന്നിട്ട് എൻജോയ് ചെയ്ത് തന്നെ നമുക്ക് അങ്ങ് പഠിക്കാം. ഓക്കെ. അപ്പോൾ എനിക്കിഷ്ടമാണ് എന്ന് എങ്ങനെ പറയാം? ഈ ഇഷ്ടമാണെന്ന് പറയാനുള്ള വാക്കെന്താ? ലൈക്ക്. നമ്മളൊക്കെ പഠിക്കുന്ന കാലങ്ങളിൽ ഇഷ്ടമാണെന്ന് പറയാൻ നമ്മൾ ആകെപ്പാടെ പഠിച്ചു വെച്ചൊരു വാക്കാണ് ലവ്. കാര്യം നമുക്കൊരു വ്യക്തിയെ ഇഷ്ടമാണ്. നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഇഷ്ടം മാത്രമേ നമുക്കറിയത്തുള്ളൂ, ലവ്. അപ്പോൾ ലവ് എന്താണെന്നും ലൈക്ക് എന്താണെന്നും ഉള്ളൊരു ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. അത് എവിടെയോ നമ്മുടെ ക്ലാസ്സിനകത്ത് കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുണ്ട്. അപ്പോൾ ലൈക്കാണ് നമുക്കിഷ്ടമാണ് എന്ന് പറയാനുള്ള വാക്ക്. എന്താണ്? ലൈക്ക്. അപ്പോൾ ലൈക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒന്നുണ്ട്. ലൈക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വേർബ് ഉപയോഗിക്കുമ്പോൾ ING കൊടുക്കണം. അത് നിർബന്ധമാണ്. നമുക്ക് ടു ഒക്കെ ചേർത്ത് വെച്ച് പറയാം. അതൊന്നും നമ്മളിപ്പോൾ പഠിക്കുന്നില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ടല്ലേ പഠിക്കുന്നത്. ലൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേർബ് നമ്മൾ ING ചേർത്ത് വെച്ച് പറയണം. മറക്കരുതേ. ഓക്കെ. എനിക്കിഷ്ടമാണ് എന്നെങ്ങനെ പറയും? I like. അവനിഷ്ടമാണ്. You like. അവർക്കിഷ്ടമാണ്. They like. ഞങ്ങൾക്കിഷ്ടമാണ്. We like. പക്ഷെ ഞാൻ പറയാണ് അവൾക്കിഷ്ടമാണ്. She likes. എസ് ചേർക്കണം, മറന്നു പോകരുത്. അവൻ ഇഷ്ടമാണ്. He likes ചേർക്കണം. രാജുവിന് ഇഷ്ടമാണ്. രാജു likes. അതായത് നമ്മൾ ഈ ആരെക്കുറിച്ചാണോ പറയുന്നത്, നമ്മൾ സബ്ജക്റ്റ് ഒന്നും ഓർക്കണ്ട. ആരെക്കുറിച്ചാണോ നമ്മൾ പറയുന്നത്, ആ ഒരാളെ ഉള്ളൂ എങ്കിൽ നമ്മുടെ ലൈക്കിന് ഒരു എസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഹി എന്ന് പറയുന്നത് ഒരാളല്ലേ ഉള്ളൂ, ഷീ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. അപ്പം നമ്മൾ രാജു ഒരാളേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മൾ ആരെക്കുറിച്ച് പറയുന്നു ആ ആൾ ഒരാളേ ഉള്ളെങ്കിൽ എസ് ഇട്ട് കൊടുക്കണം. അത്രയേ ഉള്ളൂ. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഐ ലൈക്ക് ഐസ്ക്രീം. ഓക്കെ. പക്ഷെ ഞാൻ പറയാണ് അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. ഷീ ശ്രദ്ധിച്ചിരുന്നോളാ. ഷീ ഡസൻറ്റ് ലൈക്ക് ഐസ്ക്രീം. ഓർത്തു വെച്ചല്ലോ. ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ വേർബ് അല്ല ഉപയോഗിച്ചത്. അതുകൊണ്ട് ആ സാധനം എന്നതാണോ ആ സാധനം നമ്മൾ അങ്ങോട്ട് ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതി. ഐ ലൈക്ക് ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് ഇഷ്ടമല്ല. ഷീ ഡസൻറ്റ് ലൈക്ക് ഐസ്ക്രീം. അവർക്ക് മ്യൂസിക് ഇഷ്ടമല്ല. ദേ ഡോണ്ട് ലൈക്ക് മ്യൂസിക്. ദേ ഡോണ്ട് ലൈക്ക് മ്യൂസിക്. അവർക്ക് മ്യൂസിക് ഇഷ്ടമല്ല. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ? അത് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഇഷ്ടമാണെന്ന് പഠിച്ചു. ഐ ലൈക്ക് ഐസ്ക്രീം. ദേ ലൈക്ക് ഫുട്ബോൾ. അവർക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. ഇനി വി ലൈക്ക് ടീ. ഞങ്ങൾക്ക് ടീ ഇഷ്ടമാണ്. ഓക്കെ. പക്ഷേ നമ്മൾ ഒരാളെ ഉള്ളെന്ന് പറഞ്ഞില്ല. അപ്പം നമ്മൾ അവിടെ എന്ത് ചേർക്കണം എന്നാ പറഞ്ഞേ? യെസ് ചേർക്കണം പറഞ്ഞു. രാജു ലൈക്സ് ടീ. രാജുവിന് ടീ ഇഷ്ടമാണ്.
ഷീ ലൈക്സ് കാർ, അവൾക്ക് കാർ ഇഷ്ടമാണ്. പക്ഷേ ഇത് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ ഓർത്ത് വെക്കാം. സബ്ജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ ആൾ ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ അവിടെ ഡസ് നോട്ട് എന്ന് ചേർക്കുക. ഡസ് നോട്ട് ലൈക്ക് ഓർത്ത് വെക്കുക. ഡസ് നോട്ട് ലൈക്ക് ഓർത്ത് വെക്കുക. സബ്ജക്റ്റ് നമ്മൾ പറയപ്പെടുന്ന ആള് ഒന്നിൽ കൂടുതലാണ് എങ്കിൽ ഡു നോട്ട് ലൈക്ക്, ഡു നോട്ട് ലൈക്ക് പഠിച്ചല്ലോ. ഡസ് നോട്ട് ലൈക്ക്, ഡു നോട്ട് ലൈക്ക്. അപ്പോൾ ഷീ ഡസ് നോട്ട് ലൈക്ക് ഐസ്ക്രീം, അവൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. അഖിൽ ഡസ് നോട്ട് ലൈക്ക് ഫുട്ബോൾ, അഖിലിന് ഫുട്ബോൾ ഇഷ്ടമല്ല. ഐ ഡു നോട്ട് ലൈക്ക് ടീ, എനിക്ക് ടീ ഇഷ്ടമല്ല. ദേ ഡു നോട്ട് ലൈക്ക് മ്യൂസിക്, അവർക്ക് മ്യൂസിക് ഇഷ്ടമല്ല. പഠിച്ചല്ലോ. ഇഷ്ടമാണെന്ന് പറയാൻ വെറുതെ ഒരു ലൈക്ക് പറഞ്ഞാൽ മതി. ഇഷ്ടമല്ലെന്ന് നമ്മൾ പറയണമെങ്കിൽ നമ്മൾ പറയപ്പെടുന്ന ആൾ ഒരാളെ ഉള്ളെങ്കിൽ ഡസ് നോട്ട് ലൈക്ക്, ഒന്നിൽ കൂടുതലാണ് എങ്കിൽ ഡു നോട്ട് ലൈക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടമുള്ളതുമായൊരു കാര്യം കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഐ ഇഷ്ടമല്ല, ഐ ചേർക്കണം, ചേർക്കണം. ഇനി എൻ്റെ കുട്ടിക്ക് മൈ ചൈൽഡ് ചേർക്കണം. ഓക്കെ. അപ്പൊ നിങ്ങൾ എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല, എൻ്റെ മോന് ഐസ്ക്രീം ഇഷ്ടമാണ്. ഇതേപോലെ സെന്റൻസ് വേഗം എഴുതിക്കോ. എന്താണ്? എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല, എൻ്റെ മോന് ഐസ്ക്രീം ഇഷ്ടമാണ്. പെട്ടെന്ന് കമന്റ് ബോക്സിൽ ചെയ്യും. അപ്പൊ ഇഷ്ടമാണെന്ന് പറയാൻ പഠിച്ചില്ലേ? എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്, ഐ ലൈക്ക് ഫ്ലവേഴ്സ്. എനിക്ക് ആപ്പിൾ ഇഷ്ടമാണ്, ഐ ലൈക്ക് ആപ്പിൾസ്. അവന് മ്യൂസിക് ഇഷ്ടമാണ്, ഹി ലൈക്സ് മ്യൂസിക്. അവൾക്ക് ഡാൻസ് ഇഷ്ടമാണ്, ഷീ ലൈക്സ് ഡാൻസ്. ഞങ്ങൾക്ക് യാത്ര ഇഷ്ടമാണ്, വി ലൈക്ക് ട്രാവലിംഗ്, ING. എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, ഐ ലൈക്ക് കുക്കിംഗ്. അവൾക്ക് കുക്കിംഗ് ഇഷ്ടമല്ല, ഷീ ഡസിൻറ്റ് ലൈക്ക് കുക്കിംഗ്. ഷീ പറഞ്ഞോളൂ എൻ്റെ ഒപ്പം. നിങ്ങൾ കുറേ സെൻറ്റൻസ് കാണാതെ പറ. ഷീ ഡസിൻറ്റ് ലൈക്ക് കുക്കിംഗ്. ഹീ ഡസിൻറ്റ് ലൈക്ക് ഡ്രൈവിങ്. അവന് ഡ്രൈവിങ് ഇഷ്ടമല്ല. അങ്ങനത്തെ ആൺപിള്ളേരുണ്ടാവില്ല അല്ലേ? ഡ്രൈവിങ് ഇഷ്ടമില്ലാത്ത ആൺപിള്ളേരുണ്ടോ? കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഹീ ഡസിൻറ്റ് ലൈക്ക് ഡ്രൈവിങ്, അവന് ഡ്രൈവിങ് ഇഷ്ടമല്ല. അതിനെ വി ഡോണ്ട് ലൈക്ക് ഈറ്റിംഗ് ബർഗർ. ഞങ്ങൾക്ക് ബർഗർ കഴിക്കാൻ ഇഷ്ടമല്ല, വി ഡോണ്ട് ഈറ്റിംഗ് എന്നാണോ ഞാൻ പറഞ്ഞത്? ഇഷ്ടമല്ല, വി ഡോണ്ട് ലൈക്ക് ഈറ്റിംഗ് ബർഗർ. ബർഗർ കഴിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, വി ഡോണ്ട് ലൈക്ക് ഈറ്റിംഗ് ബർഗർ. ബർഗർ കഴിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ദേ ലൈക്ക് ഈറ്റിംഗ് ബർഗർ. അവർക്ക് ബർഗർ കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടമാണ് കേട്ടോ. ഐ ലൈക്ക് ബർഗർ, ഐ ലൈക്ക് ഈറ്റിംഗ് ബർഗർ. ബർഗർ കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടം. അതുകൊണ്ട് എന്നെ കണ്ടാൽ അറിയത്തില്ല, നല്ല വണ്ണമൊക്കെ വെച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബർഗർ വാങ്ങിക്കാറുണ്ട് കേട്ടോ, കഴിക്കാറുമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ എക്സ്ട്രാ ചീസ് അതിനകത്ത് ആഡ് ചെയ്യും, അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്. എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ബർഗർ. അപ്പോൾ ബർഗർ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ നിങ്ങൾ റിലാക്സ് ആവുക, ടെൻഷൻ ഒന്നും വേണ്ട, വളരെ റിലാക്സ്. ബർഗർ ഇഷ്ടമുള്ളവരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വേഗം ചെയ്തോളൂ. റിലാക്സ് ആയിട്ടിരിക്കണം. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നല്ല റിലാക്സ് ആയിരിക്കണം, ടെൻഷൻ ഒന്നും വേണ്ട. അപ്പം നമ്മൾ ഇഷ്ടമാണെന്നും ഇഷ്ടമല്ലെന്നും പറയാൻ പഠിച്ചു. ഇനി ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ ക്ലാസ് നീണ്ടുപോകും. അപ്പം നമ്മൾ അവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തിരക്കൊന്നുമില്ല, 30 ദിവസം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം, സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ കയറുമ്പോൾ പറയണം, എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്തോളൂ. ഇനി എൻ്റെ മോൾക്ക് കുക്കിംഗ് ഇഷ്ടമല്ല. പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്തോളൂ.
കുക്കിംഗ്. ഇനി സ്ത്രീകൾ പെട്ടെന്ന് പറയണം, എനിക്ക് വെജിറ്റബിൾ ഇഷ്ടമാണ്. ഇനി എനിക്ക് മുട്ട കഴിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് മുട്ട കഴിക്കാൻ ഇഷ്ടമല്ല. ഓക്കെ. ഇനി പുരുഷന്മാര് പറയാ, എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ്. പെട്ടെന്ന് കമന്റ് ബോക്സ് ചെയ്യ്. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഇഷ്ടമല്ല. പറയൂ പുരുഷന്മാർ, പെട്ടെന്ന് കമന്റ് ബോക്സ്. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഇഷ്ടമല്ല. പിന്നെ എനിക്ക് കാർ കഴുകാൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തുണി കഴുകാൻ ഇഷ്ടമല്ല. അപ്പൊ എല്ലാവർക്കും ആയി അല്ലെ. ഇനി കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ളതാണ്. എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് അവളെ ഇഷ്ടമല്ല. മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സസൈസ് ആണ്. ഇഷ്ടമാണ് എന്ന് പറയാൻ നിങ്ങൾ ഇത് കേട്ട് നിങ്ങൾ അവസാനിപ്പിക്കരുത്. ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഇതൊക്കെ കേട്ടങ്ങ് അവസാനിപ്പിക്കും. അതല്ല, നിങ്ങൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഡെയിലി സെന്റൻസിലോട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ ഗ്രാജുവലി അതിങ്ങനെ ഇങ്ങനെ വരണമെങ്കിൽ അതിങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താലേ ഇങ്ങനെ കയറി. ഇപ്പം ഇവിടെ നിൽക്കുന്ന ഗ്രാഫ് നമ്മൾ 30 days ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കയറി വരണമെങ്കിൽ നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അത് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിത് സെന്റൻസ് ക്വസ്റ്റ്യൻ ഒക്കെ ആക്കുന്നത് നമ്മൾ അടുത്ത ദിവസം നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ ഒന്നും വേണ്ട. വളരെ റിലാക്സ് ആയിട്ടിരുന്ന് വളരെ എൻജോയ് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, തുടർന്നും ഇങ്ങനെയൊക്കെ ക്ലാസ്സുകൾ വേണോ എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കൊടുക്കുകയും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡോണ്ട് ഫോർഗെറ്റ്, എന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു.